ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ന്യൂ ഇയർ ബോട്ടിൽ ആർട്ടായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിൽ ഒരു ഡാർക്ക് ബ്ലൂ കളർ അടിച്ചെടുക്കണം. അതിൻ്റെ മേൽ കൂടി ഒരു വൈറ്റ് കളറും കൂടിയും ഇതുപോലെ അടിച്ചെടുക്കണം. നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബോട്ടിലേക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് തന്നെ ബ്രഷ് കൊണ്ട് എഴുതാൻ പ്രയാസമുള്ളവർ ഫസ്റ്റ് പെൻസിൽ യൂസ് ചെയ്ത് ബോട്ടിലേക്ക് ഒന്ന് എഴുതിയ ശേഷം അതിൻ്റെ മേൽക്കൂടി ഒരു പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്ത് എഴുതിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് 2021 കൂടിയും എഴുതിയെടുക്കണം. നമുക്കിവിടെ ആയിട്ട് 2021 കൂടി എഴുതിയെടുക്കാം. ഇനി നമ്മൾക്ക് 3 ബലൂൺസ് ആയിട്ട് വരഞ്ഞെടുക്കണം. അപ്പോൾ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ 3 ബലൂണുകൾ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബലൂണിന് ഓരോ നൂലുകളായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളെ ബലൂൺസ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറിയ ചെറിയ റെഡ് സ്റ്റാറുകൾ ഇടകളിലായിട്ട് വരഞ്ഞെടുക്കണം. ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് മതി. നമുക്ക് ഈ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഈ സൈഡിലും കൂടി അതുപോലെ വരഞ്ഞെടുക്കണം. നമുക്ക് കുറച്ച് യെല്ലോ കളറും കുറച്ച് റെഡ് കളറും ഇതുപോലെ തന്നെ എടുക്കണം. എന്നിട്ട് നമുക്ക് മേലിന്ന് അടിയിലേക്ക് ഇതുപോലെ വരഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ ഈ ലാസ്റ്റ് ബലൂണിൻ്റെ ഈ ഭാഗങ്ങളിലും വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ ബലൂണിൻ്റെ കെട്ടൊന്നും കൂടി ലുക്കാവാൻ വേണ്ടി കുറച്ച് ബ്ലൂ കളർ എടുത്തിട്ട് ഞാൻ ഒന്നും കൂടി അതിൻ്റെ മേൽക്കൂടി ഒന്ന് ചെറിയൊരു വരയായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. യെല്ലോ റെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതുപോലെ അത് മിക്സ് ആക്കിയിട്ടും കുറച്ച് വലുതും അതിൻ്റെ ഒരു ചെറുതുമായിട്ട് ഇതുപോലെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു വരകളായിട്ട് വരഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്പൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വരഞ്ഞെടുക്കണം. അപ്പോഴേ അത് കുറച്ചും കൂടി ഒരു അട്രാക്റ്റീവ് ആവുള്ളൂ. അപ്പം നമുക്ക് യെല്ലോയും റെഡും ഒക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മേൽഭാഗത്ത് ഒന്നും കൂടി ഇതുപോലത്തെ വരഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കതും
വരഞ്ഞെടുക്കാം. അപ്പോൾ അത് നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്, അതും സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെയും കൂടി ചില ഗ്യാപ്പ് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് വരഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ എല്ലാ ഗ്യാപ്പിലും കുറച്ച് കളറ് എല്ലാം റെഡൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് ഫുള്ളായിട്ട് ഇതുപോലെ ഒരു ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ എല്ലാ ഗ്യാപ്പും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. എവിടെയൊക്കെയാണോ ചെറിയ ഗ്യാപ്പ് അവിടെയൊക്കെ ചെറിയ ഡോട്ട്സ് ആയിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മളെ ന്യൂ ഇയർ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് റിബണും കൂടി ഉള്ള വെച്ചിട്ട് ഇനി വേണമെങ്കിൽ വാർണിഷും കൂടി അടിച്ചു കൊടുക്കാം. വാർണിഷും കൂടി അടിച്ച് അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.